ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് സോയ ടിക്ക മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് സോയാബീനാണ് എടുത്തിട്ടുള്ളത്, സോയ ചങ്ക്സ്. അപ്പോൾ അത് നമുക്ക് ആദ്യം വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം അടച്ചു വയ്ക്കാം. അതിനുശേഷം സോയ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അതിനുശേഷമാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ സോയ ചങ്ക്സ് ഒക്കെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ക്യാപ്സിക്കം, ഇല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒന്നിൻ്റെ പകുതി മതിയാവും. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊരു 15 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം മസാലയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിലും 1 ലെമൺ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്, ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, കാരണം നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് സോയാബീൻ മസാല തേച്ച് വെച്ചിട്ടുള്ളത്. ഇനി സവാള ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ടൊമാറ്റോയുടെ പ്യൂരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടൊമാറ്റോ മിക്സിയിൽ നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് വെച്ച സോയാബീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം കൂടെ ആ മസാലയുടെ പാത്രം കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം മതിയാവും. അതിനുശേഷം അത് അടച്ചു വെച്ചതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സോയ ചങ്കിൽ നിന്ന് വെള്ളം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ കസൂരി മേത്തിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ സോയ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.